വായിച്ച തിരുവെടുത്തുകള് ഒന്നുകൂടെ വായിക്കണം. ഇതിനു മുമ്പ് ഇവിടെ ശുശ്രൂഷയ്ക്കായിട്ട് എനിക്ക് തോന്നുന്നു 1-2 ദിവസം വന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഇതിനടുത്ത പലയിടങ്ങളിലൊക്കെ വന്ന് സാക്ഷിപ്പാനും ശുശ്രൂഷിപ്പാനും ഇടയായിട്ടുണ്ട്. ദൈവമക്കളെയെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ആ തിരുവെടുത്ത് വായിച്ച് സഹായിക്കണം. നിങ്ങൾക്ക് പുറകിലിരിക്കുന്നവർക്ക് ക്ലിയർ ആകുന്നുണ്ടോ? ഒന്നുകൂടെ ആ തിരുവെടുത്ത് വായിച്ചാൽ. പിന്നെ മോശെ ഒരു യാഗപീഠം പണിതു. അതിന് യഹോവ നിസ്സി, യഹോവയുടെ കൊടി എന്ന് പേരിട്ടു. ഒന്നുകൊണ്ടൊന്ന് വായിച്ചേ. വായിക്കുന്നത് തെറ്റുന്നൊന്നുമില്ല, തെറ്റാതാ വായിക്കുന്നതെങ്കിലും അതിൻ്റെ ഒരു. പിന്നെ മോശെ ഒരു യാഗപീഠം പണിതു, അതിന് യഹോവ നിസ്സി, യഹോവയുടെ കൊടി എന്ന് പേരിട്ടു. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ പരിചിതമായ ഒരു വാക്യശകലമാണ് ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. പിന്നെ മോശെ ഒരു യാഗപീഠം പണിതു. അതിന് യഹോവ നിസ്സി, യഹോവ എന്റെ കൊടി എന്ന് പേരിട്ടു. അതിന് യഹോവ നിസ്സി, യഹോവ എന്റെ കൊടി എന്ന് പേരിട്ടു. നമുക്കറിയാം, വേദപുസ്തകത്തിലെ ആദ്യ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം, അങ്ങനെ മൊത്തത്തിൽ 66 പുസ്തകം. ചിലര് കുറച്ച് പുസ്തകം കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതവരെ കാണുമ്പോഴും അറിയാം. അവരുടെ ആ നടപ്പും ദൈവാലയത്തിലുള്ള പോക്കും അവിടുത്തെ ആ നിപ്പും നിലപാടും വസ്ത്രധാരണവും ബട്ടൺസും ഒക്കെ കൂടുതലുണ്ട്, പുസ്തകം കൂടുതലുണ്ടല്ലോ. അപ്പൊ അത് അവരെ കണ്ടാൽ അറിയാം പുസ്തകം കൂട്ടിയതിന്റെ പരുവക്കേട്. എന്നാൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന അനുഷ്ഠിക്കുന്ന പുസ്തകം 66 പുസ്തകമാണ്. പ്രാരംഭ പുസ്തകം, ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം, വെളിപ്പാട് പുസ്തകം, ഇങ്ങനെ 66 പുസ്തകം. നമ്മൾ ഈ തിരുവെഴുത്തിലെ 2ാം പുസ്തകമാകുന്ന പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 15-ാമത്തെ തിരുവെഴുത്താണ് ദൈവവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം പേര് കേൾക്കുമ്പോൾ അറിയാം, ഉൽപ്പത്തി, എല്ലാത്തിന്റെ ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ലോകോൽപ്പത്തി, മനുഷ്യോൽപ്പത്തി, പ്രപഞ്ചോൽപ്പത്തി, ജലോൽപ്പത്തി, മൃഗോൽപ്പത്തി എന്ന് വേണ്ട എല്ലാത്തിന്റെ ഉൽപ്പത്തി ഈ പുസ്തകത്തിലാണ്. 5 ദിവസം കൊണ്ട് ഭൂചര ഖേചര വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ചു. തദനന്തരം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. ഈ ഭാഗമൊക്കെ നിങ്ങൾക്ക് അറിയുള്ള ഭാഗം. മനുഷ്യൻ ജീവനുള്ള ദേഹിയായിട്ട് തീർന്നു. തനിയായിരിക്കുന്ന ആദമിന് തക്ക തുണ കൊടുക്കാൻ വേണ്ടി ദൈവം ആദമിന് ഗാഠനിദ്ര, ദീർഘനിദ്ര വരുത്തി ആദമിന്റെ പാർശ്വഭാഗത്ത് നിന്ന് ഒരു വാരിയെല്ലെടുത്ത് ഹവ്വായെ സൃഷ്ടിച്ച് അല്ലെങ്കിൽ മടഞ്ഞ് ആദമിന്റെ സമീപത്ത് നിർത്തി. എല്ലാവരുടെയും കാര്യം അല്ലെങ്കിലും ഒരു ചെറിയ പരാമർശം. ഒരിക്കൽ ഒരു സഹോദരൻ പറഞ്ഞ, അച്ഛാ, ഒരു വാരിയൽ എടുത്തിട്ട് തന്നെ ഇതാ സ്വഭാവം. അപ്പൊ ഒരു 3-4 വാരിയൽ എടുക്കുകയായിരുന്നല്ലോ. മനസ്സിലാകാഴിയാണോ അതോ ഇതിനാ ഒത്തിരി ഒറ്റ വാരിയൽ? എന്തായാലും ആദമിനെയും ഹവ്വായെയും ദൈവം സൃഷ്ടിച്ചു. ഇവരെ കുടുംബജീവിതം നയിപ്പാൻ,
കർക്കശമായിട്ട് ദൈവം 4 കാര്യങ്ങളായി ഇവരോട് കർക്കശമായി പറഞ്ഞത്. ആദമിനോടും ഹവ്വായോടുമുള്ള ബന്ധത്തിൽ ദൈവം പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ. ഏതാ 4 കാര്യം? നിങ്ങൾക്കറിയാം, ഒന്ന് പറഞ്ഞേര് സഹോദരി. അവര് പറഞ്ഞു, ഞങ്ങള് അത് പറഞ്ഞു തന്നിട്ട് ഇങ്ങേര് പ്രസംഗിച്ച് തെളിയണ്ടെന്നായിരിക്കും. ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരാം. പിള്ളേരോട് ചോദിക്കുന്നില്ല, നിങ്ങള് പ്രായമുള്ളവര് 4 കാര്യം. 1, തോട്ടത്തിൽ വേല ചെയ്യണം. 2, തോട്ടം കാക്കണം. സ്തോത്രം. സകലത്തെയും അടക്കി ഭരിക്കണം. സന്താന സമൃദ്ധിയായി നിങ്ങൾ ഈ ഭൂമിയിൽ. പ്രധാനപ്പെട്ട 4 കാരണങ്ങളാണ്. അതൊന്നും ഞാനിപ്പം വിവരിക്കുന്നില്ല. ഇത് വിവാഹ ശുശ്രൂഷ അല്ലല്ലോ. അപ്പൊ എന്തായാലും ദൈവം ഇവരെ ഈ തോട്ടത്തിൽ ആക്കി. ഇനി അതിന്റെ വേറൊരു നല്ല വശത്തേക്ക് വരാം. മനുഷ്യൻ ഏകനായിട്ടിരിക്കുന്നത് നന്നല്ല. ഒറ്റയ്ക്ക് പോവുകയോ ഇരിക്കുകയോ ഒക്കെ ചെയ്താൽ പല ബുദ്ധിമുട്ടുകളുണ്ട്. പ്രാർത്ഥനയ്ക്ക് വേണേ ഒറ്റയ്ക്കിരിക്കുന്നതാണ് നല്ലത്. മണിക്കൂറുകൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. അതിനുശേഷം ഒറ്റയ്ക്കുള്ള പോക്കും ഇരിപ്പും നോട്ടവും ചിന്തയും ഒക്കെ പരുവക്കേടാകും. അത് കർത്താവിനും അറിയാവുന്നത് കൊണ്ടാണ് കർത്താവ് ഈ 2 പേരെ അയച്ചത്. അങ്ങനല്ലേ? എത്ര പേരെ അമ്മനെ? ഈ 2 പേരെ ദൈവം അയച്ചു. എന്നാൽ ചില സ്പെഷ്യൽ കേസുകളിൽ ഒറ്റയ്ക്ക് വിട്ടിട്ടുമുണ്ട്. ദൈവാത്മാവ് ഒരിക്കലെ ഫിലിപ്പോസിനോട് പറഞ്ഞത്, നീ ഗസയ്ക്കുള്ള. പക്ഷെ അത് പറഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോൾ വേറൊരാളെ ദൈവം ഒരുക്കി വെച്ചിട്ടാ. വീണാ മാറ്റവൻ എഴുന്നേൽപ്പിക്കും. ഇത് ദൈവത്തിന് അറിയാം. ഞാൻ ഇടയ്ക്ക് കയറി ഒരു കാര്യം പറയാൻ ചിലർക്ക് ബുദ്ധിമുട്ട് വരുമെന്നും എനിക്കറിയാം. മിക്കവാറും പിള്ളേര് കയറി ഉടക്കാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളിൽ ഒന്നെങ്കിൽ പിതാവ് വേർപെട്ടു, അല്ലെ മാതാവ് വേർപെട്ടു. വിശേഷിച്ച് അമ്മ കടന്നുപോയി. 2-3 മക്കളുണ്ട്. അവര് കുടുംബസ്ഥരായി. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് വിദേശത്തോ വിദൂരതയിലോ ആയിരിക്കാം. അപ്പോൾ ചിലപ്പോൾ അപ്പൻ ഒറ്റയ്ക്കായിരിക്കാം വീട്ടിൽ പാർക്കുന്നത്. അങ്ങനെയുള്ള മക്കളോടും മരുമക്കളോടും വേണ്ടപ്പെട്ടവരോടും പറയാറുണ്ട്, ആ അപ്പൻ ഒന്നുകൂടെ വിവാഹം കഴിക്കുന്നത് നന്നായിരിക്കും. പിള്ളേർക്ക് സന്തോഷം വരികയെന്ന് എനിക്കറിയാം. അതങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരോട് ചോദിക്കണം, ബുദ്ധിമുട്ടുണ്ടോ എന്ന്. അത് ജഡീക ഉല്ലാസങ്ങൾക്ക് തൃപ്തി വരുത്താനുള്ള ഉദ്ദേശത്തിലല്ല ഞാൻ ഈ സൂചിപ്പിച്ചത്. തെറ്റിദ്ധരിക്കരുത്. മക്കൾ കുടുംബസ്ഥരാ, ചിലപ്പോൾ വിദൂരതയിലോ മറ്റു സ്ഥലങ്ങളിലോ ആയിരിക്കാം. 10, 65, 70 വയസ്സുള്ള അപ്പൻ ഏകനായിട്ട് പാർക്കുമ്പോൾ പല ബുദ്ധിമുട്ടുകൾ അലട്ടാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ജോലിക്കാരി കൊണ്ട് ജോലി ചെയ്ത് വെച്ചങ്ങ് പോയി, അല്ലെ മറ്റു സർവൻ്റ് ഒക്കെ ഉണ്ട്. അവരൊക്കെ സന്ധ്യയ്ക്ക് അവരുടെ വീടുകളിൽ പോയി. വൈകുന്നേരത്തെ രാത്രിയിൽ ഒരു വിഷമം ഉണ്ടായി, ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ കൂട്ടിന് ഒരാളുള്ളത് വളരെ അനുഗ്രഹം. നിങ്ങളെല്ലാവരും വളരെ സ്തംഭിച്ചിരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഞാനൊരു അഭിപ്രായം പറഞ്ഞെന്നല്ലേ ഉള്ളൂ. അല്ല, ഉച്ച കഴിഞ്ഞ് അപ്പനെ പിടിച്ച് കെട്ടിക്കാനല്ല പറഞ്ഞത്. ഫ്രണ്ട് ഇരുന്ന അമ്മാമ്മ എന്തോ ചെറുതായിട്ട് പറഞ്ഞു മറ്റേ അമ്മാമ്മയോട്.
പാസ് ഇതൊന്നും പ്രസംഗിക്കണ്ട, വേറെ പ്രസംഗിക്കാനാണോ? ഏതാണ്ട് പറഞ്ഞു. അതോ എനിക്ക് ഗുണം വരുന്ന കാര്യമാണെന്നാ പറഞ്ഞേ? എന്നാ കുഴപ്പമില്ല, എന്നാ ഒന്നുകൂടെ പറഞ്ഞു. അപ്പൊ ശ്രദ്ധിക്കുക, ഇവരേകരായിട്ടിരിക്കുന്നത് നന്നല്ലെന്ന് ദൈവത്തിന് ബോധ്യം വന്നു. ഇടയ്ക്ക് കയറി പറയുകയാ, എന്തിനായി കുടുംബജീവിതം? അതിനെപ്പറ്റി പല കാര്യങ്ങളുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓടിച്ചൊന്ന് പറഞ്ഞേച്ച് നമ്മുടെ വിഷയത്തിലോട്ട് വരണം. ഈ വേദവികാരത്തിൽ സാറ് ഒന്ന് രണ്ട് പ്രയോഗം കൊടുത്തിട്ടുണ്ട് കുടുംബജീവിതം എന്തിനാന്നുള്ളതിന്, നല്ല ഒന്ന് രണ്ട് ആശയങ്ങൾ. അപ്പൊ അദ്ദേഹം കൊടുത്തിരിക്കുന്നത് ഏകാന്ത ജീവിതത്തെ ജനപുഷ്കലമാക്കും, രോഗാഭിഭവം നീക്കി ആരോഗ്യമരളിടും, ജീവിതം തൃണമാക്കും, നിമിഷം യുഗമാക്കും, ഭാവന ശക്തിയേറെ വളർത്തും, നഷ്ടമാക്കും, ശങ്കയെ നിഷ്കാസിക്കും, ബന്ധനം വേർപെടുത്തും, ശൃംഖല പൊട്ടിച്ചിട്ട് സ്വാതന്ത്ര്യ ഭൂവിലെത്തും. എന്തുതാൻ ഇതിൽ പരം സാധ്യമല്ലാത്തതോർക്കിൽ അന്ധതാ മിശ്രത്തെയും ആനന്ദപൂർണമാക്കുമെന്ന്. അതെല്ലാം വ്യാഖ്യാനിച്ച് പറയുവാൻ ഇന്ന് രാവിലെ തുനിയുന്നില്ല. എങ്കിൽ ആ പ്രഥമ പ്രയോഗം ഏകാന്ത ജീവിതത്തെ ജനപുഷ്കലമാണ്. ദൈവം വെച്ചതാണ്. ഏകാന്തത പല ബുദ്ധിമുട്ടുകൾ ഉളവാക്കും. അപ്പോൾ ഏകാന്ത ജീവിതം മാറ്റി ജീവിതം ജനപുഷ്കലമാക്കി തീർക്കത്തക്ക ഉദ്ദേശത്തോടാണ് ദൈവം കുടുംബജീവിതത്തെ സ്ഥാപിച്ചിരിക്കുന്നത്. രോഗാഭിഭവം നീക്കി ആരോഗ്യമരളിടുമെന്ന ഈ ഞാൻ ചൊല്ലുന്നില്ല, നീതിസാരത്തിൽ ഒരു പ്രയോഗമുണ്ട്, 10 വൈദ്യന്മാരെക്കാൾ ഫലപ്രദമാണ് ഒരു ഉത്തമയായ ഭാര്യ എന്ന് പറഞ്ഞാൽ, നിങ്ങളൊക്കെ പ്രായവും പക്വതയും ജീവിതത്തിൽ ഇരുത്തം വന്നവരായി എന്നെ കേൾക്കുന്നത്. ഞാൻ മാറി നിന്നെങ്കിലേ ശരിയാവുള്ളൂ. ഉണ്ടല്ലേ? എവിടെ നിൽക്കണം? ഇവിടെ നിന്നാ മതിയോ? ഇവിടെ മതിയോ മോനെ? അപ്പൊ ശ്രദ്ധിക്കുക, 10 വൈദ്യന്മാരെക്കാൾ ഫലപ്രദമാ ഒരു ഉത്തമയായ ഭാര്യ എന്ന് പറഞ്ഞാൽ, നല്ലൊരു ഭാര്യയെ കിട്ടിയാൽ പാപ്പച്ചൻ കൂടെ കൂടെ ആശുപത്രി പോകണ്ട. ഇതെന്നും കാറ് പിടിച്ച് ബത്തേരിന്ന് കാറ് പിടിച്ച് പോവാ. ഇവിടെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ അങ്ങനെ ഹോസ്പിറ്റലില്ലേ? ഞാൻ പിന്നെ പറഞ്ഞപ്പോൾ നിങ്ങൾ ഇങ്ങനെ അറിയാൻ പാടില്ലാത്ത രൂപത്തിൽ ഇരിക്കുന്നു. അത് ഇനി ആശുപത്രി പോകുന്നതുകൊണ്ടാണോ? ഉത്തമയായ ഒരു സ്ത്രീ, ഒരു സഹധർമ്മിണിയെ കിട്ടിയാൽ അത് 10 വൈദ്യന്മാരെക്കാൾ ഫലപ്രദമാണ്. രോഗാഭിഭവം നീക്കി ആരോഗ്യമരളിടുവെന്ന് ആരോഗ്യമരളിടും. ആട്ടെ, ഞാൻ ആ ഭാഗം പറഞ്ഞിട്ട് നിങ്ങൾക്ക് പലർക്കും ഒരു സന്തോഷമോ മുഖത്തൊരു പ്രസാദമോ ഒന്നും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ആ ഭാഗം ഞാൻ ഇനി പറയുന്നില്ല. വെറുതെ ഒരു അലോഗ്യം ഉണ്ടാക്കുന്നില്ല, വിട്ടേക്ക്. ഇനി അത് തൊടത്തില്ല. എന്തായാലും ദൈവം രണ്ടുപേരെയും തോട്ടത്തിലാക്കി. തോട്ടം കാക്കണം എന്നുള്ള പ്രയോഗം വന്നപ്പോൾ ഓർക്കണം, ആരോ ഇതിനകത്ത് കയറി കൂടാൻ സാധ്യത ഉണ്ട്. ഒറ്റ വാക്ക് പറഞ്ഞാൽ തോട്ടം കാത്തില്ല. തോട്ടം കാക്കാഞ്ഞത് കൊണ്ട് തോട്ടത്തിനകത്ത് പാമ്പ് കയറി. ഈ ആദി മാതാപിതാക്കളാകുന്ന ആദമിനെയും ഹൗവയെയും പാമ്പ് ചതിച്ചു, വഞ്ചിച്ചു. പാപം ചെയ്തത് ആദമാണ്. സഹോദരിയെ പിശാച് വഞ്ചിച്ചു.
സ്ത്രീ എത്രയും വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത്. പക്ഷെ പാപം ചെയ്തത് ആദമിനെയാ ദൈവം ചോദിച്ചത്, ആദമിനോടാ. ഒരു ചിന്തയാ. വിലക്കപ്പെട്ട കനി പാപിന്റെ വശീകരണത്താൽ അത് പറിച്ച് ഭക്ഷിച്ചു. വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് സ്ത്രീ കണ്ടു, ഫലം പറിച്ച് തിന്നു, ഭർത്താവിനും കൊടുത്തു. അതൊക്കെ നല്ല കാര്യമാണ്. ഏതാ ഈ കൽപ്പന തെറ്റിച്ചതല്ല, ഏതാ നല്ല കാര്യം എന്ന് ഞാൻ ഉദ്ദേശിച്ചേ? കഴിച്ചേച്ചാന്നേലും പുള്ളിക്ക് കൊടുത്തു, അത് നല്ല കാര്യമാണ്. അല്ല തന്നെ കഴിച്ചേച്ച് കുറിയെല്ലാം തൂത്ത് പുള്ളി വരുമ്പോ ഒന്നും അറിയാൻ പാടില്ലാത്ത പോലെ, അതൊരു നല്ല പ്രവണതയല്ല. ഒരു ചോക്ലേറ്റ് ആണെങ്കിലും ഒരാൾ തന്നു, ഷുഗർ കാണും, പുള്ളിക്കും ഷുഗർ കാണും, അതൊക്കെ ശരിയാ. എന്നാലും ഒരു ചോക്ലേറ്റ് അമ്മാമ്മ ഒറ്റയ്ക്കുള്ളപ്പോ കൊണ്ട് തന്നു, പകുതി കഴിച്ചേച്ച് അച്ചായന് പകുതി, നിങ്ങൾ എന്തേലും ഒന്ന് പറ. അപ്പൊ ഇത് നല്ല കാര്യമാണ്. കഴിച്ചു വെച്ചാന്നേലും അദ്ദേഹത്തിന് കൊടുത്തു. ഇവിടെ പിള്ളേർ പറയുന്നുണ്ട് ആൻസർ ഇരുന്ന്, അത് നല്ല കാര്യമാണ്. അപ്പൊ ഈ സ്ത്രീ ഈ ഫലം പറിച്ചു തിന്നു. എന്റെ ഒരു ചിന്തയും ആശയമാണ്, ഉപദേശമല്ല, ആശയമാണ്. ഈ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച് പിശാചിന്റെ പാമ്പിന്റെ ചതിയിൽ അകപ്പെട്ട് ഇത് ഭക്ഷിച്ചു കഴിഞ്ഞ് ആദമിന്റെ അടുക്കൽ ഈ സ്ത്രീ ഫലവുമായിട്ട് വന്നല്ലോ. അപ്പോൾ എന്റെ അഭിപ്രായം, ഒരു ആശയം, ഉപദേശമല്ല, ഇതിനൊരു നീക്കുപോക്കിന് ആദാം അത് കഴിക്കരുതായിരുന്നു. അപ്പൊ ആദാം ചോദിക്കണമായിരുന്നു, ഇത് ഏത് കായ, ഇത് എന്തിന്റെയാ? അപ്പോൾ നിശ്ചയമായിട്ടും ഹവ്വ പറയും, ഇത് ദൈവം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ ആ വൃക്ഷത്തിന്റെ ഫലമാ. നീ എന്തിനാ ഇത് ചെയ്തേ ചോദിക്കണ്ടേ? നീ തെറ്റല്ലേ കാണിച്ചേ? അപ്പം സ്ത്രീ പറയാൻ വെച്ചാ, ഞാന് പാമ്പെന്നെ ചതിച്ചതാ, അത് ഞാനില്ലാത്തപ്പോ നീ പാമ്പുമായിട്ട് മിസ് കോള് വിട്ടത് കൊണ്ടല്ലേ ഇത്രയും. ഇതിനോട് ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞ് ആവശ്യമില്ലാത്ത നമ്പറെല്ലാം ഡിലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാകാഴിയാണോ? ആട്ടെ, എനിക്കിപ്പം വേണ്ട, ഞാൻ കഴിക്കുന്നില്ല, വെയിറ്റ് ചെയ്യുക. വെയിലാറുമ്പം ദൈവം വരും, നമുക്ക് നേരിട്ട് ചെന്ന് ചോദിക്കാം. ഇങ്ങനെ പറയണ്ടേ? നിങ്ങളൊരു അഭിപ്രായം പറ, നിങ്ങളല്ലേ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ? അതല്ലേ ഞാനും പറയുന്നത്, പിന്നെ നിങ്ങൾ എന്നോട് ചോദിക്കാതിരിക്കുന്നേ? ഉപദേശമല്ല ഈ പറഞ്ഞത്, ഒരു ആശയമാണ്. അപ്പോൾ വിലക്കപ്പെട്ട ഈ കനി ഭക്ഷിച്ച് ആദമന്റെ കലി കായുമായിട്ട് വന്നപ്പോൾ, അല്ലെങ്കിൽ ഫലവുമായിട്ട് വന്നപ്പോൾ പറയണ്ടേ, ഈ കാണിച്ചത് തെറ്റാ. നമ്മളെന്ത് സന്തോഷമായിട്ട് തോട്ടത്തിൽ പാർക്കുക, തെറ്റിപ്പോയി. അപ്പൊ വേണേ അമ്മാമ്മ പറയാം, അച്ഛനോട് കഴിക്കാം, അച്ഛാ ഞാൻ തന്നെ കഴിച്ചു നിന്നിട്ട് എനിക്കൊരു വെപ്രാളം, അതൊക്കെ ന്യായമാണ്. അമ്മാമ്മ എന്നെ ചിരിച്ചേ, ആശയത്തോട് യോജിച്ച് ചിരിച്ചതാ. പിള്ളേർക്ക് വിവരമുണ്ട്, പിന്നെ ഞാൻ നല്ല കാര്യമല്ലേ പറഞ്ഞേ. അപ്പൊ ഈ ആദാം വെയിറ്റ് ചെയ്യണം, പറയണമായിരുന്നു, നീ വെയിറ്റ് ചെയ്യ, നീ അല്ലയോ കടിച്ചത്, ഞാൻ കടിച്ചിട്ടില്ല, നിനക്കല്ലയോ ഇനി അങ്ങോട്ട് ചെല്ലാൻ ലജ്ജ, ജാള്യത, നീ അവിടെ വെയിറ്റ് ചെയ്യ, ഇത് ബാക്കി പിടിക്കേ. ദൈവം വെയിലാറുമ്പം വരും, ഞാൻ ചെല്ലട്ടെ, ഞാൻ ചെന്ന് ചോദിക്കട്ടെ. എന്തെങ്കിലും പോക്ക് വഴി കാണും, എന്തെങ്കിലും പോക്ക് വഴി അവിടുത്തെ പക്കൽ കാണും. നീ അനുദപിക്ക്, ഏറ്റു പറഞ്ഞുകൊണ്ട് നിൽക്കേ. ആദാം ഇത് പറയായിരുന്നു, വേണ്ടേ?
എന്റെ അഭിപ്രായമാ. സഹധർമ്മിണി അവിടെ നിർത്തി വെയിലാറിയപ്പം ദൈവത്തിന്റെ കാലച്ച കേട്ടു. നേരിട്ട് എന്നേച്ച് ആണവനിയല്ലാവല്ലോ. ചെന്ന് പറയാറുണ്ട്, കർത്താവേ സങ്കടം ഉണർത്തിക്കാനുണ്ട്. കർത്താവിന് ഇതെല്ലാം അറിയാം. എന്നാലും നമ്മൾ പറയേണ്ട കാര്യം പറയണം. നീ എനിക്ക് തുണയായി തന്ന പ്രിയപ്പെട്ടവള് പിശാചിന്റെ വശീകരണ ശക്തിയിൽ അകപ്പെട്ട് വഞ്ചിക്കപ്പെട്ട് ആ ഫലം പറിച്ചു തന്നു. അവളാണ്ട് ആഞ്ഞിലിക്ക് മറഞ്ഞു നിപ്പോണ്ട്. ഇങ്ങോട്ട് വരാൻ നാണവും ജാള്യതയും ഭയവും ഒക്കെയാണ്. ഞാൻ കഴിച്ചില്ല, ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കണം. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പോംവഴി അവിടുന്ന് കൽപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ചിന്തയാ, സർവജ്ഞനായ ദൈവം എന്തെങ്കിലും നീക്കുപോക്കുണ്ടാക്കും. സ്തോത്രം. ആദാം അത് ചെയ്തില്ല. അതുകൊണ്ടാണ് തിരുവചനത്തിൽ ഇങ്ങനൊരു പ്രയോഗമുണ്ട്, ആദാം തന്റെ ലംഘനത്തെ മൂടി വെച്ചു. ആദാം തന്റെ ലംഘനത്തെ മൂടി വെച്ചു. പ്രവചന പുസ്തകത്തിലുണ്ട് ആദാം പാപം ചെയ്തു, ഹവ്വ പാപം ചെയ്തെന്നല്ല എഴുതിയേക്കുന്നത്, വഞ്ചിക്കപ്പെട്ടെന്ന. അതുകൊണ്ട് ഒരു കാര്യം കേൾക്കുമ്പോൾ കാണുമ്പോൾ പെട്ടെന്ന് എടുത്ത് ചാടി ഒന്നും പറയരുത്, മറുപടി പറയരുത്, പ്രവർത്തിക്കരുത്. വെയിറ്റ് ചെയ്യണം, വെയിറ്റ് ചെയ്യാം. ഉദാഹരണത്തിന് കർത്താവ് ഉപവസിച്ച സമയത്ത് പിശാച് വന്നു, പരീക്ഷകൻ വന്നു. നമുക്ക് ഭാഗം അറിയാം. 3 വിധത്തിലാ അതിന്റെ പ്രയോഗശൈലി. അതിൽ ഒരു പരീക്ഷ ദൈവാലയത്തിന്റെ ഗോപുരാഗ്രത്തിൽ കയറ്റിയതിനു ശേഷം പിശാച് പറഞ്ഞു, നീ ദൈവപുത്രനാ. അതെ, സംശയം ജനിപ്പിക്കുക, നീ ദൈവപുത്രനാ. അങ്ങനെയാണെങ്കിൽ എടുത്ത് താഴോട്ട് ചാട്. സങ്കീർത്തനത്തിലെ വാക്യവും പിശാച് പറഞ്ഞു. അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, നിന്റെ കാല് കല്ല് തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ. അപ്പൊ ഒരു ചെറിയ ചിന്ത, എടുത്ത് ചാടിക്കോ, ദൂതൻ നിന്നെ താങ്ങും. വാക്യം സഹിതവാ പിശാച് പറഞ്ഞു. കർത്താവ് മറുപടി പറഞ്ഞത് അങ്ങനെ അല്ലെങ്കിൽ ഒരാശയം. കർത്താവ് പറഞ്ഞത് വേറൊരു വാക്യവും കൂടെ ഉദ്ധരിച്ച, എന്നിരുന്നാൽ ഒരു ആശയം ഞാൻ പറയാം. പിശാച് പറയാ, നീ ദൈവപുത്രനാ. അതെ, 92 സങ്കീർത്തനത്തിൽ വാക്യമുണ്ട്, ദൂതൻ താങ്ങും. എടുത്ത് ചാട്, ദൂതൻ താങ്ങും. കർത്താവ് പറഞ്ഞില്ലെങ്കിലും എൻ്റെ ഒരു ആശയം, കർത്താവ് പിശാചിനോട് വേണേ മൗനമായിട്ടാണെങ്കിലും പറഞ്ഞു കാണും, ദൂതൻ താങ്ങും. അതിനൊരു തർക്കവുമില്ല. അശ്ശൂർ പാളയത്തിൽ ദൂതൻ ഇറങ്ങി, ദാനിയേലിന് വേണ്ടി ദൂതൻ ഇറങ്ങി. സംഭവം പിന്നീടാണെങ്കിലും പത്രോസിന് വേണ്ടി ദൈവം ദൂതനെ ഇറക്കി. ദൂതൻ അന്നും ഇന്നും എന്നും ദൈവമക്കൾക്ക് സേവകാത്മകളല്ലേ ഇറങ്ങും. പിശാച് പറഞ്ഞ് എടുത്ത് ചാടിക്കോ, ദൂതൻ താങ്ങും. കർത്താവ് പറഞ്ഞു കാണും, ദൂതൻ താങ്ങും, എടുത്തുചാട്ടക്കാരെ താങ്ങുകയല്ല. ദൈവമക്കൾ എടുത്ത് ചാടി ഒന്നും പ്രവർത്തിക്കരുത്, ഒന്നും പറയരുത്. ചിലര് സഭയിൽ വഴക്കുണ്ടാക്കി എടുത്ത് ചാടി അതും ഇതൊക്കെ പറയാം. അവസാനം പിന്നെ കമ്മിറ്റി കൂടി പറയാൻ, ഞാൻ അന്നേരത്തെ ആ ദുർബല നിമിഷത്തിൽ എന്തോ പറഞ്ഞു, ബേച്ചാൻ എന്നോട് അങ്ങ് നിനക്ക് അന്നേരം മിണ്ടാതിരുന്ന പോരായിരുന്നു. പോരെ. സ്തോത്രം. വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. എടുത്ത് ചാടി ദൈവമക്കളൊന്നും ചെയ്യരുത്. പിശാച് പറഞ്ഞു എടുത്ത് ചാടിക്കോ, ദൂതൻ താങ്ങും. കർത്താവ് പറഞ്ഞു ദൂതൻ താങ്ങും, പക്ഷെ എടുത്തുചാട്ടക്കാരെ താങ്ങുകയില്ല. ഉദാഹരണം, ഞാൻ പറയാനുണ്ട്, നിങ്ങൾക്കറിയാം, ദാവീദിന്റെ കയ്യിൽ 2 പ്രാവശ്യം ശൗലിനെ ഏൽപ്പിച്ചു. 2 പ്രാവശ്യം. ശത്രുതയുള്ള കാലമാണ്. 2 പ്രാവശ്യം. ഒരിക്കല് അതുല്ലാം ഗുഹയ്ക്കൊക്കെ തിരിക്കുക. പാറാൻ മരുഭൂമിയിൽ, അതുല്ലാം ഗുഹയിൽ, ഏൻഗതിയിലും കാട്ടാട്ടിൻ പാറയിൽ നിന്ന് വേണ്ട ശൗലിനെ പേടിച്ച് ഒളിച്ചൊളിച്ച് പോവുക, ഒഴിഞ്ഞൊഴിഞ്ഞ് മാറുക. അപ്പൊ ഒരിക്കലും ഇങ്ങനെ ദാവീദും അവന്റെ ആൾക്കാരും കൂടെ കടന്നു പോയപ്പോൾ ശൗലും അബ്നേരും എല്ലാം കിടന്ന് ഉറങ്ങുക. അപ്പൊ ദാവീദിന്റെ കൂടെയുള്ള അബീശായി
പെങ്ങടെ പിള്ളേർ അബീഷായി സെരൂയുടെ മക്കളാ. യോബാബ്, അബീഷായി, അസാഹേൽ. അവൻ കാട്ടുകലയെ പോലെ ശീഘ്രഗാമിയാ. യോബാബ് ഉടനെ പറഞ്ഞു, എന്റെ ഭാഷയില, അച്ഛാ നല്ല ഉറക്കവാ, തീർത്തേക്കട്ടെ എന്ന് ചോദിച്ചു. ഗാഠനിദ്രയാ, തട്ടിയേക്കട്ടെ. ഞാനോ നിങ്ങളോ ആരെന്നെ പറയും, സ്തോത്രം, തട്ടിയേച്ചു വാ, ഞാൻ അവിടെ അപ്പുറത്തെ ബസ് സ്റ്റോപ്പിൽ കാണും. അവസരം കിട്ടിയാൽ ആരാ വിടാത്തെ? ഗാഠനിദ്രയാ, തീർത്തേക്കട്ടെ എന്ന് ചോദിച്ചു. നിന്നെ ഇതുപോലെ ശല്യം ചെയ്തൊരുത്തം വേറെ ഇല്ലല്ലോ. തീർക്കാം, നല്ല സാവക. നമ്മളന്ന് പറയും, നമ്മളെ ദൈവാത്മാവാ ഇതിലെ. ഇതുപോലൊരു അസുലഭ നിമിഷം ഇനി. അപ്പൊ എടുത്ത് ചാടി വെട്ടിക്കളയാൻ, തകർക്കാന്ന് പറഞ്ഞപ്പോൾ ദാവീദ് തൊട്ടു പോകരുതെന്ന് പറഞ്ഞു. അവൻ യഹോവയുടെ അഭിഷിക്തനാ. പിന്നെ ദാവീദ് ആ കുന്തോൻ ജലപാത്രം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അത് എടുത്തുകൊണ്ട് വന്ന് ഒന്ന് കൂകി. അപ്പോൾ ഇവൻ എഴുന്നേറ്റു. അപ്പൊ ചോദിച്ചു, ഇങ്ങനെയാണോടാ രാജാവിനെ സൂക്ഷിക്കുന്നത്? അപ്പൊ അമ്മായിയപ്പൻ അത് അറിഞ്ഞു. ഉടനെ പുള്ളിക്കൊരു എന്തുവാ പെട്ടെന്നൊരു മാനസാന്തരം. അത് യഥാർത്ഥ മാനസാന്തരമല്ല, ചിലക്ക് അങ്ങനെ ഉണ്ട്. ചില യോഗത്തിന് ഇരിക്കുമ്പോൾ ഒരു മാനസാന്തരം. ഹോളിന് വെളിയിറങ്ങുമ്പോൾ പഴയ തനി സ്വരൂപം. പിന്നെ ഹോളിന് വെളിയിൽ വണ്ടിയിലോട്ട് കയറുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആക്കുമ്പോൾ തന്നെ അരിജം കയറിയ നമ്മൾ യോഗം കഴിഞ്ഞ് ഇവിടെ നിന്ന് കണ്ണുനീരും കർത്തമേശയുടെ സമയത്തൊക്കെ ചെല്ലുന്നുണ്ട്. അപ്പോ ഇതെല്ലാം കഴിഞ്ഞ നിങ്ങളുടെ വണ്ടിയുടെ മുന്നിൽ വേറൊരു വണ്ടി കിടക്കട്ടെ, അന്നേരം തനി സ്വരൂപം. മനസ്സിലാകുന്നില്ലേ? ഇതുപോലെ ഗുഹയ്ക്കകത്തിരിക്കുമ്പോൾ ദാവീദും അവന്റെ ആൾക്കാരും ഗുഹയ്ക്കകത്തിരിക്കുമ്പോൾ ശൗലും ആൾക്കാരുടെ ആ ഗുഹയ്ക്കകത്തോട്ട് കാൽമടക്കത്തിന് കയറി വരിക. അപ്പോൾ കൂടെയുള്ള ഈ പെങ്ങളുടെ പിള്ളേര് പറഞ്ഞു, ദാവീദേ, നിന്റെ വൈരി ശത്രുവ് നിന്നെ ചതിച്ചു വഞ്ചിച്ചു ചുവരോട് കുന്തം കൊണ്ട് കുത്തി തകർത്ത് കളയുവാൻ പദ്ധതി ഇട്ട് പ്രാപിച്ച നിന്റെ വൈരി ശത്രുവാകുന്ന ശൗലിനെ ദൈവം കൊണ്ടുവരിക, കയറി വെട്ടാൻ പറഞ്ഞു. ദൂത് പറയാൻ പോലെ പറഞ്ഞ്, ദൈവം കൊണ്ടുവരിക, കയറി വെട്ടാൻ പറഞ്ഞു. ദാവീദ് പറഞ്ഞു, തൊട്ടു പോകരുത്, അവൻ യഹോവയുടെ അഭിഷിക്തനാണ് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ സംഭവം നടക്കുമ്പോൾ ശൗലിന് അഭിഷേകം ഒന്നുമില്ല. 16-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ പക്കൽ നിന്ന് ദുരാത്മാവ് ശൗലിനെ ബാധിച്ചു. ഈ അതിന് മുന്നിലുണ്ട് അസൂയയും കണ്ണുകടിയും എല്ലാം അങ്ങ് കൂടി. ദാവീദിന് 10,000 കൊടുത്തു, എനിക്ക് 1000. ഇതൊക്കെ അസൂയയും തന്നിഷ്ടവും സ്വാർത്ഥതയും ഇതെല്ലാം കൂടെ അങ്ങ് കൂടി. തന്നെയല്ല, ഈ ദുരാത്മാവ് ദൈവത്തിന്റെ പക്കൽ നിന്ന് വന്ന് ആ ദുരാത്മ ബാധിതനായി കഴിഞ്ഞപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ശൗല് അരമനയ്ക്കകത്ത് കയറി ഉറഞ്ഞു പറഞ്ഞെന്നാ. ദൈവാത്മാവിലല്ല. പക്ഷെ എന്നാലും ദാവീദിന്റെ ആ ഡയലോഗ്, തൊട്ടുപോകരുത്, യഹോവയുടെ അഭിഷിക്തന്, സ്തോത്രം. ദാവീദ് ഉടനെ തുടരുത്, ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. എടുത്തിയാണെന്നില്ല. അപ്പൊ എടുത്ത് ചാടി വെട്ടാൻ കൂടെയുള്ളവര് പറഞ്ഞപ്പോ ദാവീദ് പറഞ്ഞു, ഞാൻ എടുത്ത് ചാടത്തില്ല. ദൈവമക്കൾക്ക് ഇതൊരു പാഠമാ. എടുത്ത് ചാടി ഒന്നും പറയരുത്, എടുത്ത് ചാടി ഒന്നും സംസാരിക്കരുത്, എടുത്ത് ചാടി ഒന്നും പ്രവർത്തിക്കരുത്. നീ സഹിഷ്ണുതയോടെ താഴ്മയോടെ കാത്തിരിക്കണം. ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, നിങ്ങൾക്കും ചിലർക്കറിയാം, മിക്കവരും അവിടുന്ന് വന്നവരാന്നല്ലോ വർഷം കഴിഞ്ഞെങ്കിലും. അപ്പൊ ഒരു പഴഞ്ചൊല്ലുണ്ട്, ഒരു അരിശത്തിന് കിണറ്റി ചാടാം, ബാക്കി നിങ്ങൾ പറയാറിയാവുന്നൊരു മനസ്സിലായോ? കാത്തിരിക്കണം. ദാവീദ് പറഞ്ഞ് എടുത്ത് ചാടിയാനൊന്നും ചെയ്യത്തില്ല. പിന്നെ ദാവീദ് ഈ ശൗലിന്റെ വസ്ത്രത്തിന്റെ അഗ്രം അല്പം മുറിച്ചെടുത്തു. വസ്ത്രാഗ്രം അത് വൈരാഗ്യത്തിന് മുറിച്ചതല്ല, തെളിവിന് മുറിച്ചതാണ്. കാരണം നാളെ ഒരു അവസരത്തിൽ ഇവർ തമ്മിൽ കാണുമ്പം ദാവീദിന് വേണേ സാക്ഷ്യം പറയാം, നിന്നെ എൻ്റെ കയ്യിൽ പരുവത്തിന് പണ്ട് ഗുഹയ്ക്കകത്ത് വെച്ച് കിട്ടിയതാ, പക്ഷെ ഞാൻ ദൈവവൈദ്യരായതുകൊണ്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട്, എൻ്റെ ശൈലിയാ, സ്നാനപ്പെട്ട് മറുഭാഷ പറഞ്ഞ് ആത്മാവിൽ ആരാധിക്കുന്ന ഒരു പെന്തിക്കോസുകാരനായതുകൊണ്ട് ഞാൻ നിന്നെ ഒന്നും, നിങ്ങൾ എന്തേലും പറ, ചെയ്യാഞ്ഞതാന്ന് പറയണം.
അപ്പൊ അങ്ങനെ പറയുമ്പോൾ ശൗല് എതിർക്കും. ഞാൻ അങ്ങനെ ഒന്നും നിന്റെ മുന്നിൽ വന്നിട്ടില്ല, അങ്ങനെ വന്നാൽ നീ എന്നെ വിടുവോടാ എന്നൊക്കെ ഇവൻ കയറി ശടിക്കും. ദുരാത്മാവല്ലേ. അന്നേരം ആ തെളിവിന് കാണിക്കാൻ ആ വസ്ത്രത്തിന്റെ അഗ്രതയുടെ അന്ന് മുറിച്ചതാ അല്പം. അടുത്ത വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത് വൈരാഗ്യത്തിനോ വാശിക്കോ ഇവൻ നശിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ മുറിച്ചതല്ല, വസ്ത്രാഗ്രഹം ഒരല്പം, അല്പമേ വസ്ത്രാഗ്രഹം മുറിച്ചു. അടുത്ത ഭാഗത്തുണ്ട്, എന്നിട്ട് തന്നെ ദാവീദിന്റെ മനസാക്ഷി കുത്തി തുടങ്ങി. ആ തുണിയുടെ അറ്റം മുറിച്ചിട്ട് തന്നെ മനസാക്ഷി. നമ്മൾ ചില ആൾക്കാർക്ക് ബണ്ടില് കണക്കിന് തുണി എടുത്താലും ഒരു കുത്തലും, ജൗളിക്കട മൊത്തം മൂട്ടിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചിരിക്കുക, എന്നാലും എല്ലാരും എടുക്കപ്പെട്ടതാണ്. വലിയ അനക്കമൊന്നും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർപ്പിക്കട്ടെ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പേരും പ്രശസ്തിയും സ്ഥാനമാനവും ഒന്നും ലഭിച്ചില്ലെങ്കിലും മനസാക്ഷി നല്ലതായിരിക്കണം. ആ ഫാൻ കറങ്ങുന്നില്ലേ? ലൈറ്റ് ആണല്ലോ ഓഫ് ആക്കിയത്. പിന്നെ ഫാൻ വേണമെന്നാന്നോ വേണ്ടെന്നാന്നോ? വേണ്ട. നിങ്ങൾക്ക് ഫാൻ വേണോ? വേണം. വേണ്ട, കുഴപ്പമില്ല. ഇതൊന്ന് ഓഫ് ആക്കിയോ മോനെ, അത് അവർക്ക് ഫാൻ വേണ്ട. കുഴപ്പമില്ലല്ലോ, അതും വേണ്ടായല്ലോ. ഇതെല്ലാം ക്രമീകരണം ചെയ്താലാ 1 മണി വരെ ഒന്ന് ഒരു മണി എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ഇവിടെ പേര് പ്രശസ്തി സ്ഥാനവും മാനവും അങ്ങാടിയിൽ വന്നനോ പള്ളി മുഖ്യാസനോ ആൾക്കാർ റബി റബുനി ഒന്നും വിളിച്ചില്ലെങ്കിലും, എല്ലാരും നിന്നെ അറിയുന്നില്ലെങ്കിലും, പത്രത്തിലും നോട്ടീസിലും ഒന്നും പേര് വരുന്നില്ലെങ്കിലും, നീ സഭയുടെ സെക്രട്ടറി ആയില്ലെങ്കിലും, ട്രഷറർ ആയില്ലെങ്കിലും, കമ്മിറ്റിയിലൊന്നും 30 കൊല്ലമായി ഇന്ന് വരെ നിന്നെ കമ്മിറ്റി കയറായിരിക്കുന്ന നല്ലത്. ഉള്ള പ്രാഗൽഭ്യം കൂടെ പോയി, ചില പ്രാഗൽഭ്യം ഉണ്ട്, അതുകൂടെ കളയരുത്. സോദരി സമാജത്തിന്റെ പ്രസിഡന്റ് ആക്കിയില്ലെങ്കിലും, സെക്രട്ടറി ആക്കിയില്ലെങ്കിലും, ദൈവദാസന്മാരാന്നേലും വന്ന് സംസാരിക്കുന്നില്ല, സഹകരിക്കുന്നില്ല, വീട്ടിലധികം വന്നില്ലെങ്കിലും, എല്ലാവരും നിങ്ങളെ ബഹുമാനിക്കുന്നില്ല, കരുതുന്നില്ലെങ്കിലും, ഒരു കാര്യം ദൈവദാസൻ എന്നുള്ള നിലയിൽ വചനത്തിൽ നിന്ന് പറയാം, നല്ലൊരു മനസാക്ഷി കൊണ്ട് നീ രക്ഷപ്പെട്ടു. നിന്റെ സന്തതിക്കും രക്ഷയാ. പ്രയോഗം അതല്ലെങ്കിലും ആശയം സങ്കീർത്തനക്കാരൻ ഇങ്ങനെയല്ലയോ കൊടുത്തിരിക്കുന്നത്, ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവൻ, അത് നിശ്ചയമാണ്. നല്ല മനസാക്ഷിയോടെ, ശുദ്ധ മനസാക്ഷിയോടെ, നിർവ്യാജ സ്നേഹത്തോടെ, പരമാർത്ഥ ഹൃദയത്തോടെ, ആരോടും വൈരാഗ്യം തോന്നാതെ, ദൈവകൃപയിൽ ശരണപ്പെട്ട് ഒരു നല്ല മനസാക്ഷി സ്തോത്രം ഉണ്ടെങ്കിൽ നിനക്ക് നിന്റെ സന്തതിക്കും അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. എടുത്ത് ചാടി ഒന്നും ചെയ്യരുത്. ദാവീദ് എടുത്ത് ചാടാൻ കാര്യം പറയാം. ദാവീദ് കൊണ്ട് തൊട്ടു പോകരുത്. ഞാൻ എടുത്ത് ചാടത്തില്ല, കാരണം ഞാൻ യഹോവയ്ക്കായിട്ട് കാത്തിരിക്കുന്നവന്. യഹോവയ്ക്കായിട്ട് കാത്തിരിക്കുക. വേറൊരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു, ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ ഉഷസ്സിനായി കാത്തിരിക്കുന്നയാളാണ്. വേറൊരു ഭാഗത്ത് നമുക്കറിയാം, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, യഹോവയെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. പ്രവാചകൻ പറഞ്ഞു, യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും. ദൈവത്തിന്റെ ഹിതത്തിനും ദൈവത്തിന്റെ പ്രവർത്തിക്കും ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തിന്റെ പൈതൽ ലജ്ജിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. മാത്രമല്ല, നിന്നെ ദൈവം ശക്തീകരിക്കും. എടുത്ത് ചാടി ഒന്നും ചെയ്യരുത്.